2024 മെയ് മാസം 23-ാം തീയതിയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഹൈ വോൾട്ടേജ് ആക്ഷൻ ചിത്രമായിട്ടുള്ള ടർബോ എന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ഈ സിനിമയ്ക്ക് മഴ വില്ലനായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ സിനിമയ്ക്ക് ഡീഗ്രേഡിങ് കാര്യങ്ങളും പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല ഭാഗത്തു നിന്ന് നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വില്ലനായിട്ട് നിൽക്കുമ്പോഴും ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. രണ്ടാം ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ചയായ ഇന്ന് അഡീഷണലായിട്ട് വീണ്ടും നൈറ്റ് ഷോ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പോക്ക് പോകുകയാണെങ്കിൽ ഈ സിനിമ ഗംഭീര കളക്ഷൻ ആയിരിക്കും ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പണംമാരി ചിത്രമായി ടർബോ മാറും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ സിനിമ ഇറങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഒരുവിധപ്പെട്ട റെക്കോർഡുകളെല്ലാം തന്നെ ഈ സിനിമ സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. ആ റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു റെക്കോർഡ് നോക്കുകയാണെങ്കിൽ സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ഈ സിനിമ 4 കോടിക്ക് അടുത്താണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതുവരെ ഉണ്ടായിരുന്ന സകല റെക്കോർഡുകൾ മറികടന്നുകൊണ്ട് ടർബോ ആ ഒരു സ്ഥാനം സ്വന്തം പേരിലാക്കിക്കൊണ്ടാണ് ബോക്സ് ഓഫീസിലേക്കുള്ള ഗ്രാൻഡ് എൻട്രി അറിയിച്ചത്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമ 2024 റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള, അതായത് ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമയായിട്ട് മാറി. 6,15,00,000 രൂപയാണ് ഈ ഒരു സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ ദിവസം തന്നെ നൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഒരുപാട് ആഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു കളക്ഷൻ കിട്ടാൻ കാരണമായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മലയാളത്തിൽ ഓൾ ടൈം ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ടോപ്പ് 5 ലിസ്റ്റിൽ ഈ ഒരു സിനിമ കയറിയിട്ടുണ്ട്. 1-ാം സ്ഥാനത്ത് ഒടിയൻ എന്ന മോഹൻലാൽ ചിത്രമാണ്. 2-ാം സ്ഥാനത്ത് മോഹൻലാലിന്റെ മരക്കാർ എന്ന സിനിമയാണ്. 3-ാം സ്ഥാനത്ത് മോഹൻലാലിന്റെ ലൂസിഫർ എന്ന സിനിമയാണ്. 4-ാം സ്ഥാനത്ത് മമ്മൂട്ടിയുടെ തന്നെ ഭീഷ്മപർവം എന്ന സിനിമയാണ്. 5-ാം സ്ഥാനത്ത് മലയക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ചിത്രമായിരുന്നു. അതിനെ പിന്തള്ളിക്കൊണ്ട് ഈ സിനിമ, അതായത് ടർബോ എന്ന സിനിമ ആ ഒരു ലിസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു റെക്കോർഡ് തന്നെയാണ്. പിന്നീടുള്ള റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 224 അഡീഷണൽ നൈറ്റ് എക്സ്ട്രാ ഷോയാണ് ഈ ഒരു സിനിമ ആ ദിവസം നടത്തിയത്. അതുവരെ ഉണ്ടായിരുന്ന സകല ചരിത്രവും മാറ്റിമറിച്ചുകൊണ്ടാണ് ടർബോ സ്വന്തം പേരിലേക്ക് ആക്കിയിട്ടുള്ളത്. പിന്നെ അടുത്ത റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 2024 ഇതുവരെ റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ വേൾഡ് വൈഡ് കളക്ഷനിൽ ഒന്നാമനായിട്ട് ടർബോ മാറിക്കഴിഞ്ഞു. 17,30,00,000 എന്ന് പറയുന്ന വലിയൊരു തുകയാണ് ഈ സിനിമ ആ ദിവസം നേടിയെടുത്തിട്ടുള്ളത്. 2-ാം സ്ഥാനത്ത് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയാണ്. അത് 16 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3-ാം സ്ഥാനത്ത് മോഹൻലാലിന്റെ മലയക്കോട്ടെ വാലിബനാണ്. അത് വേൾഡ് വൈഡ് ആയിട്ട് 12,20,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 4-ാം സ്ഥാനത്ത് ഫഹദ് ഫാസിലിന്റെ ആവേശം എന്ന സിനിമയാണ്. 10,60,00,000 രൂപയാണ് ആ ദിവസം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മൾ 5-ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ്. അതിന് 10,25,00,000 രൂപയാണ് ആ ദിനം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുവിധപ്പെട്ട റെക്കോർഡുകളെല്ലാം തന്നെ സ്വന്തം പേരിലാക്കിയിട്ടാണ് ടർബോ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും വേഗത്തിൽ 50 കോടി കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് ടർബോ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം ആർക്കും വേണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയുടെ കരിയറിൽ 100 കോടി തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടുന്ന ഒരു സിനിമയായിട്ട് ടർബോ മാറും എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ നമുക്ക് സംശയമില്ലാതെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ദിവസങ്ങൾ കൊണ്ട് ഈ സിനിമ നേടിയെടുത്തുള്ള റെക്കോർഡ്. ഇനിയും തുടർന്ന് ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കാൻ പോവുകയാണ്.